ഹായ് ഹലോ എവരിബഡി. ഈ ബസ് കയറി നമ്മളിന്ന് നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയോ? ഹബറാനിലേക്കാണ്. ഹബറാന എലിഫന്റ് സഫാരിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ദംബൂല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. ഹബറാനയിലേക്ക് ഒരു 30 മിനിറ്റ്സ് ട്രാവലാണ്. അങ്ങനെ നമ്മൾ ഹബറാനയിൽ എത്തിയിരിക്കുന്നു. ഹബറാനയിൽ എലിഫന്റ് സഫാരി ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ്, പക്ഷെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അന്വേഷിക്കാമെന്ന് കരുതി. ഈ കാണുന്ന ചേട്ടനുണ്ടല്ലോ, പുള്ളി ഹബറാന ബസ് സ്റ്റോപ്പിൽ ഒരു ചെറിയ കട നടത്തുന്ന ഒരാളാണ്. ബസ് ഇറങ്ങിയ ഉടനെ പുള്ളിയുടെ അടുത്താണ് ഈ സഫാരിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. പറഞ്ഞു വന്നപ്പോൾ പുള്ളി ഈ സഫാരിക്ക് വേണ്ടിയിട്ട് ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് പുള്ളി പ്രൊവൈഡ് ചെയ്ത ഈ ജീപ്പിലാണ് നമ്മൾ ഇന്നത്തെ സഫാരി കാണാൻ പോകുന്നത്. ഹബറാന എലിഫന്റ് സഫാരി ചെയ്യാനായിട്ട് ടിക്കറ്റ്സ് വേണം. അപ്പോൾ പിക്കപ്പ് പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാവുന്നതാണ്. ഇനി ടിക്കറ്റ് റേറ്റ്സിൻ്റെ കാര്യം പറയാട്ടോ. പല റേറ്റ്സ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലോക്കൽസിനൊരു റേറ്റ്, ഫോറിനേഴ്സിനൊരു റേറ്റ്. ഫോറിനേഴ്സിൽ തന്നെ കോമൺവെൽത്ത് കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഫോറിനേഴ്സിനൊരു റേറ്റ്, ബാക്കി കൺട്രീസിൽ നിന്ന് വന്നവർക്ക് വേറെ റേറ്റ്. ഇന്ത്യൻസിന് ഹബറാന എലിഫന്റ് സഫാരി ചെയ്യാനായിട്ട് 2250 ആണ് അവിടെ എഴുതി വെച്ചിരുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവർ ചാർജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 250 LKR ആണ് പുള്ളി ചാർജ് ചെയ്തത്. ജീപ്പിൻ്റെ പ്രൈസ് 8000 LKR ആണ്. അപ്പോൾ ടോട്ടലി എനിക്ക് ഹബറാന എലിഫന്റ് സഫാരി ചെയ്യാനായിട്ട് വന്നത് 10,500 LKR ആണ്. സഫാരി തുടങ്ങിയ ഉടനെ ഞാൻ ആദ്യം ചെയ്തത് ഇതുപോലെ ജീപ്പിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാന്നുള്ളതാണ്. ഈ ഓപ്പൺ ജീപ്പിനൊരു പ്രത്യേക വൈബാണല്ലേ. അതൊരു സഫാരിക്ക് കൂടെ വേണ്ടിയാവുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇത്തിരി കൂടും. ഞാൻ പോയ ദിവസം അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നിറയെ ടൂറിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ ഓരോ ജീപ്പിൽ കയറി ഓരോരോ വഴിക്കായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. എവിടെയാണോ ആനിമൽ സൈറ്റും കാണുന്നത് അവിടെ ജീപ്പ് കുറച്ച് നേരം നിർത്തിയിടും. അതായിരുന്നു ഇതിൻ്റെ ഒരു രീതി. അങ്ങനെ പോയി അധികം വൈകാതെ തന്നെ ഞങ്ങളൊരു ആനക്കൂട്ടത്തെ കണ്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. ഒരു 5-6 ആനകളുണ്ടായിരുന്നു. കുട്ടിയാന ഉൾപ്പെടെ കുറച്ച് ആനകളിങ്ങനെ അവിടെ നിന്ന് പുല്ല് കഴിക്കുകയായിരുന്നു. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ നല്ല രീതിയിൽ ആനയെ കാണാൻ പറ്റുന്ന ഒരു ആംഗിളിൽ നമ്മുടെ ജീപ്പ് ചേട്ടൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടോ. ഈ കാണുന്ന പോലെ വളരെ അടുത്താണ് ഈ ആനകളൊക്കെ. നമുക്ക് വളരെ അടുത്ത് തന്നെ നിന്ന് ആനകളെയൊക്കെ കാണാൻ പറ്റും. വളരെ പീസ്ഫുള്ളാണ്. അവരവരുടെ കാര്യം നോക്കി ഇങ്ങനെ സമാധാനമായിട്ട് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് അവരിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സീനും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയാന കൂടെ നമ്മുടെ സൈഡിലോട്ട് വന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുട്ടിയാനയുടെ വികൃതികളും അമ്മയും കുഞ്ഞിൻ്റെയും സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിന്നത്. ഈ ഒരു സൈറ്റിംഗ് ഏരിയയിൽ കുറേ നേരം എല്ലാ ജീപ്പുകളും നിർത്തിയിട്ടോ. കാരണം സമയം പോകുന്ന അറിയുണ്ടായിരുന്നില്ല നമ്മൾ ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ആനകളുടെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഞാൻ പോയതൊരു നട്ടുച്ച സമയത്താണ് കേട്ടോ. അതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ഓപ്പൺ ജീപ്പിൻ്റെ വൈബൊക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. കാരണം നല്ല സൂപ്പർ വെയിലായിരുന്നു. ഹബറാന ഇക്കോ പാർക്ക് എന്നുള്ള പേര് കൂടാതെ ഹുളുലു ഇക്കോ പാർക്ക് എന്നുള്ളൊരു പേരും കൂടെ ഈ ഒരു സ്ഥലത്തിനുണ്ട് കേട്ടോ. എലിഫന്റ് സൈറ്റിങ്സ് ആണ് കിട്ടാൻ സാധ്യത കൂടുതൽ. വേറെ ആനിമൽസിനൊന്നും അങ്ങനെ കാണാൻ വഴിയില്ല. ബേർഡ് സൈറ്റിങ്സ് കിട്ടും. ഞാൻ ആനയ്ക്ക് പുറമെ ഒരു മയിലിനെയും വേറെ കുറേ പക്ഷികളെയാണ് ഇവിടെ കണ്ടത്. സഫാരിയുടെ കൂടെ തന്നെ ഇങ്ങനെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ അവർ നിർത്തി തരും കേട്ടോ. ഈ ഒരു ചെറിയ മല കയറി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമുക്ക് ഹബറാനയുടെ ഒരു വ്യൂ കിട്ടും. like that exist.
അവിടെ നിന്ന് വണ്ടി എടുത്ത് പിന്നെ പോകുന്ന വഴി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ആന നിൽക്കുന്ന കണ്ടായിരുന്നു. പിടിയാനയായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരം ഞങ്ങൾ നിർത്തിയിട്ടു, ആന നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ. इधर कुछ है भी नहीं इधर खाने के लिए. It's taking the sand. Huh? Will it throw the sand at us? Okay, I'll also throw. What technique, yaar. Not even taking efforts to pull it out, it's just kicking the roots out. Chewed it. No, he chewed it and threw away this thing, sand from bottom. Kicking it. Hello. Hello. He said hi. She said hi. Hello. Oh. അങ്ങനെ ഫൈനലി ആ ആന നമ്മുടെ ജീപ്പിൻ്റെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചു. ജീപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഇതുവരെയും ഒരു സഫാരിയിലും എനിക്കൊരു ആനേനെ ഇത്ര അടുത്ത് കിട്ടിയിട്ടില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സൈറ്റിംഗ് ആയിരുന്നു ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയത്. ഈ ഒരു ആനയെ ഞങ്ങൾ ഒരുപാട് നേരം നോക്കി നിന്നു കേട്ടോ. എന്നിട്ട് ഇത്രയും അടുത്ത ആനയെ കാണാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ അവിടുന്ന് പതുക്കെ നീങ്ങാൻ തീരുമാനിച്ചു. ബൈ. സഫാരിയുടെ പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ ജീപ്പ് ഏട്ടൻ്റെ മട്ട് മാറി. പുള്ളി അങ്ങോട്ട് കത്തിച്ച് വിടാൻ തീരുമാനിച്ചു. ആ ഒരു അവസരം ഞാൻ നൈസായിട്ട് മുതലാക്കി ആ നല്ല സൂപ്പറായിട്ട് അടിക്കുന്ന കാറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റോഡ് മുറിച്ചെടുക്കുന്ന ഒരു ആനയെ കണ്ടുകൊണ്ട് എലിഫൻറ്റ് സഫാരി ഇവിടെ അവസാനിച്ചു. സഫാരി കഴിഞ്ഞ ഉടനെ ഞങ്ങളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഈ ജീപ്പ് ചേട്ടൻ ഡ്രോപ്പ് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഹബ്രാനയിലുള്ളൊരു ഈറ്ററിയിൽ കയറുന്നതാണ് ഈ കാണുന്നത്. ശ്രീലങ്കൻ ഓംലെറ്റ് എന്ന് പറഞ്ഞ് സെർവ് ചെയ്തതാണ്. സാധാരണ ഓംലെറ്റിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഹബ്രാന ഒരു ചെറിയൊരു ഗ്രാമമായിട്ടാണോ എനിക്ക് തോന്നിയത്. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും ഹബ്രാനയുടെ മുഖം മാറാൻ തുടങ്ങി. ഇവരിവിടെ ഒരു ശ്രീലങ്കൻ ബുഫയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതായത് നല്ലൊരു ഫോറിൻ ക്രൗഡ് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലമാണ് ഹബ്രാന എന്ന് എനിക്ക് ചെന്നിറങ്ങിയപ്പോൾ തോന്നിയില്ലായിരുന്നു. ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആ സ്ഥലം ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ ഒരുപാട് ഫാൻസി കഫേസ് ഉണ്ടായിരുന്നു. നല്ല സ്റ്റേ ഓപ്ഷൻസും ഞാൻ കണ്ടു. ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ടായിരുന്നു.
ഇനി തിരിച്ചു പോകുന്ന കാര്യം പറയാം കേട്ടോ. തിരിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു 6:30-7 ആയപ്പോഴാണ്. അപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ലാസ്റ്റ് ബസ്സും പോയി, ഇനി ഹബറാനയിൽ നിന്ന് ഡംബൂലേക്ക് ബസ്സേ ഇല്ല എന്ന് പറഞ്ഞു. പുള്ളി 4000 LKRന് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ പുറകെ നടന്ന് പുള്ളി പറഞ്ഞു 2500 LKRന് പുള്ളി ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. സംസാരിച്ച് പുള്ളിയുടെ നമ്പറുകളിലൊന്നും ഞങ്ങൾ വീഴില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി എന്നെ പറഞ്ഞു ഒരു ബസ് വരാൻ സാധ്യതയുണ്ട്, അതിൽ നിങ്ങളെ കയറ്റി വിടാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ബസ് വന്നു. ആ ബസ്സിൽ കയറി ഞങ്ങൾ തിരിച്ച് ഡംബൂല എത്തി. അപ്പോൾ ഹബറാനിൽ നിന്ന് ഡംബൂലേക്ക് ബസ് ഇല്ലാതൊന്നും വിചാരിക്കരുത്, ഇഷ്ടംപോലെ ബസ് കിട്ടും, വെയിറ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രം ടാക്സി ഓട്ടോ വയ്ക്കുക, കാരണം അവരല്ലെങ്കിൽ നല്ല കത്തി പ്രൈസ് പറയും. അങ്ങനെ തിരിച്ച് ഡംബൂല എത്തി. ഡംബൂലയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ ഇട്ട് ഒരു കഫേ കണ്ടത്. ഇത് ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു. എന്താണെന്ന് കയറി അന്വേഷിച്ചപ്പോഴാണ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഫുഡ് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കട്ടഗീസ്മിൽ നിന്ന് തന്നെ ഡിന്നർ കഴിച്ച് വയറ് നിറച്ചു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഹബറാന ഇക്കോ പാർക്ക് സഫാരിയുടെ വിശേഷങ്ങൾ. Until I see you all on my next video, thank you so much for watching. Travel safe and have fun.